കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ 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 നാരായണ ദേവി 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 നാരായണ. കുറുമ്പാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടിക്കളിക്കുമ്പോഴേ അമ്മമാർ മുടി കെട്ടുമ്പോഴേ. ഇതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന കുറച്ച് ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? മിനി. ഇവിടെ സ്ഥലം? വൈക്കം, കോട്ടയം. കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്ക്. ഓക്കെ. സിന്ധു, കോട്ടയം, വൈക്കം. അമ്പിളി, വൈക്കം. ഷൈമോള് വൈക്കം, ബബിത വൈക്കം, മീനു വൈക്കം, ഗീത വൈക്കം, ബിസി വൈക്കം, സരിത വൈക്കം. വൈക്കം. എല്ലാവരും ഫ്രണ്ട്സ് ആണോ അതോ ഫ്രണ്ട്സും ആണ്, ജോലി ചെയ്യുന്നവരുമാണ്? എവിടെയാ സ്ഥലം? ഞങ്ങൾ BSM ഹോസ്പിറ്റൽ വൈക്കം. വൈക്കം. ഓക്കെ. അപ്പോൾ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. ആരാണോ ഇന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയി. മനസ്സിലുള്ള ആൻസർ പുറത്ത് പറയണം, പറയാതിരിക്കരുത്. അയ്യോ തെറ്റിപ്പോവോ എന്നൊന്നും വിചാരിക്കരുത്, അതുപോലെ അങ്ങ് പറയുക. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കണ്ടു കണ്ടില്ല കണ്ടു കണ്ടില്ല എന്താണ്? ഇതൊരു ജീവിയാണ്. കണ്ടു കണ്ടില്ല കണ്ടു കണ്ടില്ല എന്താണ്? ഒരു ജീവിയാ. മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങ്. കറക്റ്റ് ആൻസർ. അവൾ ബബിത ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കറിക്ക് വേണം ഇലയ്ക്ക് വേണ്ട. ഇതിൽ അറിഞ്ഞൂടാത്ത ആരും കറിവേപ്പില. കറക്റ്റ് ആൻസർ. ചേച്ചി തന്നെയാണ് 2 ദിവസം വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കാലം മുഴുവൻ കാക്കുന്നോൻ കൊല്ലം മുഴുവൻ തൂങ്ങുന്നോൻ ആരാണ്? കാലം മുഴുവൻ കാക്കുന്നോൻ കൊല്ലം മുഴുവൻ തൂങ്ങുന്നോൻ ആരാണ്? കലണ്ടർ. കലണ്ടർ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ചേച്ചിക്ക് നല്ലൊരു ക്ലാപ്പ്. ആര് തന്നെ ആൻസർ പറയാൻ വേണം, ഞാൻ തന്നെ ക്ലാപ്പ് അടിക്കാൻ വേണം. അതെന്തോന്നു? ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? നാടൻ പാട്ട് എല്ലാവരും പാടോ? എല്ലാവരും പാടും. ആദ്യം ചേച്ചി ഒന്ന് പാടും. രണ്ടുപേരും പാട്. അല്ല, ആദ്യം ഒറ്റയ്ക്ക് പാട്ടെ, എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ 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 നാരായണ ദേവി 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 നാരായണ. കുറുമ്പക്കാവിലമ്മ. അടിപൊളിയായിരുന്നു. ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും നിർത്തി. അത് തന്നെ വല്ലാത്തൊരു വേലായിപ്പോയി. അയ്യോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 4ാമത്തെ ക്വസ്റ്റ്യൻ. കാട്ടിൽ കിടക്കും കുട്ടൻ പാഠം പഠിപ്പിക്കാൻ മിടുക്കൻ ആരാണ്? കാട്ടിൽ കിടക്കുന്ന ഒരു കുട്ടനാണിത്. പാഠം പഠിപ്പിക്കാനൊക്കെ മിടുക്കൻ. ചൊറിയനാണ്. അല്ല, ചൂരൽ. ഇവിടെ ചൂരൽ ചൂരൽ പടി. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. കാട്ടിൽ ഞാനുണ്ട് ക്ലോക്കിൽ ഞാനുണ്ട് അക്കത്തിലും ഞാനുണ്ട് ആരാണ്? കാട്ടിലുണ്ട് ക്ലോക്കിലുണ്ട് അക്കത്തിലുണ്ട് ആരാണ്? അല്ല, ആരാണ് ഞാൻ? കാട്ടിലുണ്ട് ക്ലോക്കിലുണ്ട് അക്കത്തിലുണ്ട്. ഇതൊരു സംഖ്യയാണ്.
വർഷം. കലണ്ടറിലുണ്ട്, ക്ലോക്കിലുണ്ട്, കാട്ടിലുണ്ട്. 6. കാട്ടിൽ 6ഇല്ലേ? അതെ. ഇപ്പൊ 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് ഇവിടെ 2 പേർ തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. കാണാത്തവൻ വീശുമ്പോൾ എല്ലാവർക്കും ആശ്വാസം എന്താണ്? കാറ്റ്. ഇവിടെ പറഞ്ഞു, ചേച്ചി പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, സമയം കളയണ്ട. 7ാമത്തെ ക്വസ്റ്റ്യൻ. കൂടിയാലും കുറ്റം, കുറഞ്ഞാലും കുറ്റം. ഉപ്പ്. ഭർത്താവിന്റെ ഒന്നും കിട്ടാറുണ്ടല്ലോ. അവളെ 7ാമത്തെ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ടല്ലോ. ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മവാർ മുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചേർന്നു വെക്കുമ്പോഴേ താളം പിടിക്കാനുണ്ടാ അമ്മ പൊന്മലം കാലിനാലേ താളം പിടിക്കാനുണ്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ അരപ്പട്ടിൻ ചേലിനാലേ അരക്കത്തരമടിയും അരപ്പട്ടിൻ ചേലിനാലേ ഇറക്കത്തരമണിയും അമ്മ ചുണ്ടോട് ചുണ്ടിനാലേ പുഞ്ചിരി തൂകുന്നല്ലോ അമ്മ വാരിപ്പുണരുമ്പോളേ പുഞ്ചിരി തൂകുന്നല്ലോ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. താങ്ക്സ് പറയാനുള്ളത് എല്ലാവർക്കും താങ്ക്സ്. നല്ലൊരു ക്ലാബ്. ചേച്ചിമാർക്ക് വേണ്ടി ചേച്ചിമാർ തന്നെ നല്ലപോലെ കൈയടിക്കട്ടെ. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൂവ് വിളിക്കും, ഒരുപാട് ഓടും, ഒരുപാട് പേർ കയറും. ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തീർന്നില്ല, ആൻസർ പറഞ്ഞു. ട്രെയിൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. കൊച്ചു കാൽ മെല്ലെ മെല്ലെ, വലിയ കാൽ വേഗം വേഗം. ക്ലോക്ക് ഇവിടെ പറഞ്ഞു. അപ്പോൾ ചേച്ചി 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഞാനേ ജയിക്കും, ഇന്ന് എനിക്ക് വേണം അമ്മാനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി ആകെ ഒരു ക്വസ്റ്റ്യനേ ബാക്കിയുള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ചക്രമില്ലാത്ത കാർ വെള്ളം നിറച്ചോടി എന്താണ്? മഴക്കാർ. കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയി ആരാ? ബബിത. ഒരു കീ വിളിക്കോ? ബബിത കീ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ ബബിത ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം. വെൽക്കം. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത്രയേ ഉള്ളൂ പറയാൻ? ഇല്ല, നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഞങ്ങൾക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് വരാൻ കാരണം ഞങ്ങൾക്ക് BMS എന്ന് പറഞ്ഞിട്ടൊരു തൊഴിലാളി സംഘടനയുണ്ട്. അപ്പം ഞങ്ങളൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രാജ്ഭവൻ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ വന്നത്, തിരുവനന്തപുരത്ത് വന്നതും. ഇപ്പം നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ താങ്ക് യു. വെൽക്കം. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി പ്രോഗ്രാം? എൻജോയ് ചെയ്തില്ലേ? ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പാട്ട് പാടാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോ എല്ലാരും പാടും, ചേച്ചി മാത്രം ചിരി. അത് പറയാൻ മറന്നു കേട്ടോ. ഈ ഒരു ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.